ലുലു സെലിബ്രേറ്റ് വെറുതെയല്ല ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവലിലേക്ക് സ്വാഗതം. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 4 വർഷമായി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറെ പിണങ്ങി. എനിക്കോ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് കുറച്ച് എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്നേഹമാണ്. അല്ല, ആണുങ്ങളും അതൊക്കെ തന്നെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഷാജിദ് ഒരു പെർഫോമറാണ്. ചേട്ടായി പശു തമെന്ന് പറയുന്നത് നമ്മളുടെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അബിത, ബിന്ദു, അനു, ദിവ്യ ആൻഡ് ലെനി. നമ്മളുടെ സ്പെഷ്യൽ ജഡ്ജസ് കുലൂർ മാഷ് ആൻഡ് പാർവതി ചേച്ചി. പൊരുത്തം അതിനു വേണ്ടി വരാൻ പോണത് പ്രമോദ് ആൻഡ് ശാശ്വതിയാണ്. ലെറ്റ്സ് വെൽക്കം ദം. പ്ലീസ് കം. പ്രമോദ്, ആരോട് ചോദിക്കണം ചോദ്യം? പ്രമോദിനോട് ചോദിക്കാം അല്ലേ? അല്ലേ? ശരി, ഓക്കെ. ശാശ്വതി വെയിറ്റ് ചെയ്യൂ. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൽ എത്ര ആന ഉണ്ടായിരുന്നു? തൃശ്ശൂർ പൂരത്തിന് എത്ര ആന ഉണ്ടായിരുന്നു? പേരറിയണ ആനകൾ എത്ര ഉണ്ടായിരുന്നു? അല്ലാതെ ഏതൊക്കെയായിരുന്നു? ഒന്ന് രണ്ട് കുറച്ച് ആനകളുണ്ട്. പറയൂ. ബാസ്റ്റി വിനയശങ്കർ, പിന്നെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ, പിന്നെ മംഗലാംകുന്ന് അർജുനൻ. ഓക്കെ, അത് മതി. ഈ മാസം തൃശ്ശൂരിൽ എത്ര ഉത്സവമുണ്ട്? തൃശ്ശൂരിൽ എത്ര ഉത്സവം ഉണ്ട് എന്നുള്ളതെന്ന് അറിയില്ല. കുറേ ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? എത്ര കാവടി ഉണ്ട്? കാവടികളും എല്ലായിടത്തും കൂടി ഉള്ളതാണ്, ഓരോ അമ്പലങ്ങളിലുള്ളതാണ്. തൃശ്ശൂരിൽ അത് കണ്ടമാനുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ അത് കുറേ ഉണ്ട്. ഒരു 30-40 ഉണ്ട്. 30-ആണോ 40-ആണോ? 30-ഓളം ഉണ്ട്. 30 പിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. പ്രമോദ്, സ്ഥിരമായി ശാശ്വതിക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പറയാറ് വീട്ടിലെ സാധനങ്ങൾ അവിടെ ഇവിടെയും അങ്ങനെ ഒതുക്കി എടുക്കാണ്ടാകുമ്പോൾ അത് ഒതുക്കി വെക്കാനാണ് കൂടുതലും പറയേണ്ടി വീട് വൃത്തിയാക്കി വെക്കുക, അങ്ങനെ അതല്ലേ? ഓക്കെ. പ്രമോദിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറാണ്. ചോറ്. ഓക്കെ. ഫോണിൽ വിളിക്കുമ്പോൾ എവിടെയുണ്ടെന്നാണ് കളവ് പറയാറുള്ളത്? അത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയും. ഓഫീസിലാണ് എന്ന്, തിരക്കിലാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോവാണ്, പോയിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒന്ന് ഓഫീസിലാണോ തിരക്കാണോ? ഏതെങ്കിലും ഓഫീസിലാണ് എന്നാണ്, അതാണ് തിരക്കെന്ന് ഉദ്ദേശിക്കുന്നത്. ഓഫീസ്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ എത്ര വിൻഡോസ് ഉണ്ട്? 7. ഓക്കെ. കല്യാണം സാരിയുടെ നിറം? മറ്റേ ശാശ്വതിന്റെ ഓബ്വിയസ്ലി റെഡിഷ് ആയിട്ടുള്ള ഒരു ബ്രൗൺ, അങ്ങനെ എന്തോ പറയുന്ന ഒരു റെഡിഷ്, അങ്ങനത്തെ കളർ. റെഡ് ആണോ? അല്ലാതെ റെഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു റെഡ് അല്ല, ഒരു റെഡിലാണ്. റെഡ് ഷെയ്ഡ്, അത് ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഓക്കെ. ഭാര്യയ്ക്ക് മീൻസ് ശാശ്വതിക്ക് ഇടയ്ക്ക് ദേഷ്യം വരുന്ന കാര്യം? ദേഷ്യം വരുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ അങ്ങനെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭയങ്കര ഒരു നമ്മൾ പോലെ കോമൺ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും, റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ? ഞാൻ പറയുമ്പോൾ ദേഷ്യം വരുന്നത് അങ്ങനെയല്ല, എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ദേഷ്യം വരുന്നതാണ്. അല്ല, ഏറ്റവും ജാസ്തി റിപ്പീറ്റ് ആവണ ഏതോ ഒരു ഇൻസിഡന്റിനെ പറ്റി അത് കേൾക്കുമ്പോൾ അല്ലാതെ ആലോചിക്കുമ്പോൾ ഓക്കെ, നേരെ വഴുകി വരുമ്പോൾ. ഓക്കെ. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? മോൾക്ക് ഇഷ്ടപ്പെട്ടത് രാരി എന്ന് പറഞ്ഞ പാട്ടില്ലേ, ലാലി. താങ്ക് യു. ഓക്കെ. ഏതെങ്കിലും ഒരു പാട്ട് മീൻസ് ശാശ്വതി ആഗ്രഹിക്കുന്നത് പ്രമോദിന്റെ ഒരു ശീലം മാറ്റാൻ വേണ്ടി, അതേതാണ്? അത് ഈ ഫ്രണ്ട്സ് ആയിട്ടുള്ള
കൂടുതൽ ഉള്ളൊരു കോണ്ടാക്റ്റ് ആയിരിക്കും മിക്കവാറും. ഓക്കെ ഓക്കെ, ഫ്രണ്ട്സായ കോണ്ടാക്റ്റോ അല്ലാതെ അവരുടെ കൂടെ ഉള്ള സ്പെൻഡ് ചെയ്യുന്ന കുറയ്ക്കുക. കൂട്ട്. ഓക്കെ. മോള് സ്ഥിരം വാശി പിടിക്കുന്നത് എന്തിനാണ്? സ്ഥിരം വാശി പിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾക്കാണ് വാശി പിടിക്കുക. അതായത് കൂടുതലും ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അടുത്ത് കണ്ടിട്ടുള്ളത് പാവാട വേണം, പാവാട വേണം, അവൾക്ക് പാവാട എപ്പോഴും ഇടണമെന്ന്. ഓക്കെ ഓക്കെ, പാവാട വേണം എന്ന് പറഞ്ഞാൽ. ഓക്കെ. നിങ്ങളുടെ വീട്ടിലത്തെ ഗ്യാസ് കണക്ഷൻ്റെ ഏത് ഏജൻസിൻ്റെയാണ്? രണ്ടും ഉണ്ട്, ഭാരതും ഉണ്ട് ഇന്ത്യനും ഉണ്ട്. ശാശ്വതിനെ വിളിക്കട്ടെ? വിളിക്കാം. വിളിക്കാല്ലേ? ഷൂ ശാശ്വതി. നല്ല നല്ല ചോദ്യങ്ങൾ, നല്ല നല്ല ഉത്തരങ്ങൾ. തുടങ്ങാം. ഓക്കെ. പാലാരി വെട്ടം ശശി ആരാണ് ആദ്യം വിളിച്ചത്? അനിച്ചേട്ടൻ. ഏത് അനിച്ചേട്ടൻ? നമ്മുടെ ലില്ലിയുടെ അനിച്ചേട്ടൻ. ഓ, തുടങ്ങാം. ഓക്കെ. പ്രമോദ് സ്ഥിരമായി നൽകുന്ന ഉപദേശം? പ്രവേട്ടനം. അടുക്കും ചിട്ടയും. പ്രമോദ് പറഞ്ഞു ഉത്സവത്തിൽ വരാത്തോണ്ടാണ് പ്രോബ്ലം. ശാശ്വതിനെ കാവടി എടുക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, വരാത്തോണ്ടാണ്. അതാണ് സ്ഥിരമായിട്ട് പ്രമോദ് പറയാറുള്ളത്. എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ പോവാറായിട്ട്. വാട്ട് ഈസ് ദിസ്? ഓക്കെ, കറക്റ്റ്. പ്രമോദിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? കറിയാണെങ്കിൽ ബീഫ് കറി. കറി അങ്ങനെയൊന്നുമല്ല, എന്താണ്? ബീഫ് കറി. ബീഫ് കറി. അല്ല, ഫുഡ്. അതെ, മീൻ കറി ഇഷ്ടമാണ്. ആഹാരം. ഞാൻ കറി അല്ല, ഇവിടെ കറിയോ അല്ലാതെ എന്താ പറയുക, ഫുഡ് എന്താണ് ഇഷ്ടം? ഫുഡ്. ചോറും മീൻ കറിയും കഴിക്കാൻ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഇതൊക്കെ ഇഷ്ടമാണ്. ചോറും മീൻ കറിയും കഴിക്കും. ബീഫ് കറി ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷമാവും. അപ്പോൾ ചോറ് അല്ലേ? ശാശ്വതി പ്രമോദിനെ വിളിക്കുമ്പോൾ സ്ഥിരമായി പ്രമോദ് പറയണ കള്ളം? ഞാൻ കുറച്ച് തിരക്കാണ്, ഞാൻ ഇത്തിരി ബിസിയാണെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. എപ്പോൾ വിളിക്കുമ്പോഴും ഇപ്പം ഇത്തിരി തിരക്കിലാണെന്ന് പറയും. ശരി, ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ എത്ര ജനലുകളുണ്ട്? ഇപ്പം താമസിക്കുന്ന വീട്ടിൽ? അതെ. ഹോളും 2 ബെഡ്റൂമും അടക്കം 6 6 പിന്നെ അടുക്കളയിൽ 7 അപ്പോൾ എന്താ എത്ര ഉണ്ട്? 7 എനിക്ക് തോന്നി ശാശ്വതി അറിയാതെ പ്രമോദ് വേറൊരു എക്സ്ട്രാ ജനൽ എടുത്ത് നടക്കാണ് 7 പറഞ്ഞോണ്ടേ. കല്യാണ സാരീൻ്റെ നിറം കല്യാണം കഴിക്കുമ്പോൾ? റെഡ്. വാട്ട് ഈസ് ദിസ്? വെരി ഗുഡ്. ഓക്കെ. ശാശ്വതിക്ക് ഏറ്റവും റെഗുലറായി ദേഷ്യം വരുന്ന ഒരു കാര്യം? പ്രൈവറ്റ് ലേറ്റായി വരുമ്പോൾ. എന്നിട്ടും ലേറ്റ് ആയിട്ടില്ല വരുന്നത്? മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ്, സോറി, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്, പാട്ട്? മോൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ പാട്ടും പാടി കൊടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടം. അല്ല, പക്ഷെ മോൾക്ക് അവൾ ഇപ്പം എപ്പോഴും പാടുന്നത് ലാലി ലാലി. വെരി ഗുഡ്. പ്രമോദ് മാറ്റണം എന്ന് ശാശ്വതി ആഗ്രഹിക്കുന്ന ഒരു ശീലം? സ്മോക്കിംഗ്. സ്മോക്കിംഗ്. എന്താ പറഞ്ഞത്? ശീലം എന്നാണ് പിന്നെ ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇത് ശീലങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റൂട്ടീനായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എന്താണ് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടതെന്നുള്ള, അത് കൂടുതലും അതൊരു ശീലം തന്നെയാണ്. പക്ഷെ ശീലം എന്നുള്ള വേർഡല്ലാന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. അത് ശീലമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഞാൻ ആദ്യം തന്നെ പറയും ഈ കാര്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കൂടി ഞാനിപ്പം പറഞ്ഞ ഒരു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയണ കാര്യം അതാ. കേൾക്കണോ ഞാൻ എന്താ പറഞ്ഞത്? കേൾക്കാം. ശാശ്വതി ആഗ്രഹിക്കുന്നത് പ്രമോദിന്റെ ഒരു ശീലം മാറ്റാൻ വേണ്ടി
അതേതാണ്? ശീലം എന്നുള്ളത് ഒരു എനിക്ക് തോന്നിയില്ല, കാരണം അതിന് ഇപ്പം അങ്ങനെ തന്നെ എഴുതിയില്ല, അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ആണോ? അപ്പൊ ചിലപ്പോൾ ശരിയായിരിക്കാം. ഓക്കെ, മോള് സ്ഥിരമായി വാശി പിടിക്കുന്നത് എന്തിനാണ്? പാറാട ഇടണം എന്ന് പറഞ്ഞിട്ട്, പാവാട മിടിക്ക്. നോട്ട് ബാഡ്. ഓക്കെ, നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ഏത് കമ്പനീൻ്റെ ആണ്? ഇന്ത്യനും ഉണ്ട് ഭാരതവും ഉണ്ട്. ഇപ്പം യൂസ് ചെയ്യുന്നത് ഇന്ത്യ. സൂപ്പർ സൂപ്പർ. മാർക്സ് അറിയണ്ടേ ശാശ്വതി? അറിയണ്ടേ? അറിയാം. നിങ്ങളുടെ ഒരു ശീലം കാരണം ഒരു മാർക്ക് പോയി. 9 out of 10. നിങ്ങളുടെ ഒരു ശീലം, ആ ശീലം മാറ്റണം. ആ ശീലം മാത്രമേ ഉള്ളൂ മാറ്റാൻ. എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് അതാ. പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സിനായിട്ടുള്ള പോക്കിപ്പോൾ ഞാൻ പിന്നെ ആളുടെ ഇഷ്ടം അതാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് ഞാൻ അതങ്ങനെ വിചാരിച്ചു. അതാണ് പ്രമോദ് പറഞ്ഞത്, ശീലം. അതായിരുന്നെങ്കിൽ 10 out of 10. അതാണ്. സോ 2 ശീലമുണ്ട്. സോ എന്തായാലും ഉണ്ടായിരുന്നു, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, കറക്റ്റാണ്, അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞില്ല. ഓക്കെ, പാർവതി ചേച്ചി. എന്താ പറയുക, എക്സലന്റ്. താങ്ക് യു മാം. മാഷേ, ഇത്തരം ഗെയിംസ് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എന്ത് രസമായിട്ടപ്പോൾ മനസ്സിലാവുന്നേ. അതുമല്ല, നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകാനുള്ള തരം ഗെയിംസാണ്. ഈ രസത്തിനിടയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ വളരെ അറിവ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു. അത് ധാരാളം അന്യോന്യം സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് വ്യക്തം. ഇത്തരം അപാകതകൾ ഒഴിവാക്കാൻ, ശീലം മാത്രമല്ല ഞാൻ പറയുന്നത്, വേറെയും പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് നമുക്കറിയാലോ. അതെല്ലാം ഒഴിവാക്കാനും കൂടി ഈ സൗഹൃദം അല്ലെങ്കിൽ ഈ സംഭാഷണം ഉപകരിച്ചെങ്കിൽ അങ്ങേയറ്റം സന്തോഷമാണ്. എന്തായാലും പ്രമോദേട്ടാ, ഇതൊരു വെല്ലുവിളിയെ സ്വീകരിച്ചിട്ട് ഇന്ന് തൊട്ടിട്ട് നിർത്താനുള്ള എല്ലാം ട്രൈ ചെയ്യണം. എന്ന് സുമേഷ് ഫുഡ് അടി നിർത്തണോ അന്ന് ഞാൻ ജീവിതത്തിൽ നിർത്തിയതല്ല. എല്ലാം കൺട്രോൾ ചെയ്യാറുണ്ട് ഡയറ്റിങ് ചെയ്യുമ്പോ. കൊച്ചു പിള്ളേരെ മിഠായി കണ്ട അത് വരെ മേടിച്ച് തിന്നു. അത് സുമേഷോ? എന്തായാലും ഇന്ന് തൊട്ടിട്ട് പ്രമോദേട്ടൻ ട്രൈ ചെയ്യണം. ഓക്കെ ആന്ന് പറ. ആഗ്രഹമുണ്ട് തീർച്ചയായും. അങ്ങനെ ഒരു പറയാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കും. പറയാനില്ല, മാക്സിമം ഈ ഷോ കഴിയുന്നതോട് കൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം നന്നായിരുന്നു. ഓക്കെ, ബിന്ദു. നമ്മൾ തന്നെ മനസ്സ് വെച്ചാൽ മാറ്റാവുന്നതുള്ളൂ എന്ത് ദുശീലമാണെങ്കിലും. അതൊന്നും മനസ്സിൽ ചെറുതായിട്ട് അതെന്ന് വെച്ചാൽ പെട്ടെന്നങ്ങ് മാറ്റാൻ പറ്റില്ല, പതിയെ മാറ്റാനേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം, അതായത് നിങ്ങളിൽ നിന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ആൻസർ അത്രയും പറഞ്ഞു, അത് നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിൻ്റെയാണ്. നന്നായിരുന്നു. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. പിന്നെ തോന്നിയൊരു കാര്യം, ഇനി പ്രമോദേട്ടൻ പൂരത്തിന് പോകുമ്പം ശാശ്വതിയോട് വരുന്നോ എന്നൊന്ന് ചോദിച്ചേക്കാണ്. നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട് കൊണ്ടുപോകണം എന്നൊക്കെ. വിളിച്ചാൽ ഞാൻ എന്തായാലും വരും. ക്രൗഡിന്റെ ഇടയിലേക്ക് അങ്ങനത്തെ പരിപാടിക്ക് വരാനൊന്നും ഇഷ്ടമല്ല. ആർക്ക്? ശാശ്വതിക്കോ? ഇല്ല, അങ്ങനെ ഞാൻ കൊണ്ട് നമ്മുടെ ഉത്സവത്തിന് പക്ഷെ പറഞ്ഞു, ശാശ്വതി പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പോകാൻ. അതല്ല, രാത്രിയുള്ള പരിപാടികള് ശരിക്കും പറഞ്ഞ പരിപാടി രാത്രിയാണ്. രാത്രിയായാലും പെൺകുട്ടികൾക്ക് പോകാൻ പാടില്ലേ? എന്ത് പരിപാടിയാ രാത്രി? രാത്രിയാണ് കാവടി ആടലും. അല്ല, കാവടി ആടലല്ല. അതെ, രാത്രി കാവടി. ശരിക്കും പറഞ്ഞാൽ കാവടി കാണാൻ രസം രാത്രിയില്ല, കാരണം ലൈറ്റിന്റെ കാവടിയല്ല. അന്തക്കാവടി. ഓക്കെ, എന്തായാലും പൊരുത്തം എക്സലന്റ്. ഓക്കെ, ദിവ്യ. ഫുള്ളും ശരിയായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. 10 ശരിയായിരുന്നെങ്കിൽ എന്തായാലും സൂപ്പർ. ലെനി. എക്സലൻ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങൾ തമ്മിൽ. പിന്നെ മോടെ കാര്യങ്ങളൊക്കെ, പാവാട ഇഷ്ടമാണ്, പാട്ട് അതൊക്കെ ശരിയായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളാണല്ലോ, ജനലിൻ്റെ കാര്യം അതൊക്കെ പ്രമോദം അന്വേഷിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ ഇതിൽ മനസ്സിലായി. നല്ലത് തന്നെയായിരുന്നു.
Okay. Marks is 9 out of 10. Very good. Highest in this round. Okay. Love letter round വേണ്ടി വരാൻ പോണത് ആഷ്ലി ആൻഡ് ലക്ഷ്മി. എൻ്റെ ജീവൻ്റെ എല്ലാം എല്ലാം ആയ ലക്ഷ്മണി, ഈ എഴുതുന്നത് വെറും ഒരു പ്രേമലേഖനം മാത്രം ആയി നീ കാണരുത്. ഞാൻ എൻ്റെ ഉള്ളിൽ നിനക്കായി കാത്തു സൂക്ഷിക്കുന്ന നിന്നോട് മാത്രമുള്ള സ്നേഹമാണിത്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 4 വർഷമായി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ പിണങ്ങിയും കുറേ ഇണങ്ങിയും ഒക്കെ ജീവിച്ചു. പക്ഷേ നിന്നോട് ഞാൻ ഓരോ പ്രാവശ്യവും പിണങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദന, അത് എനിക്ക് നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അത്രയും വലുതായിരുന്നു. നീ പലപ്പോഴും പറയാറുള്ളതാണ്, എനിക്ക് നിന്നോട് സ്നേഹമില്ല, ഒട്ടും ഇഷ്ടമില്ല. അതിൻ്റെ എല്ലാം ഉത്തരമായി ഇന്നു ഞാൻ നിനക്ക് ഈ കത്ത് എഴുതുന്നത്. ശരിയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ അറിയില്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എൻ്റെ ലൈഫിൽ ദൈവം തന്ന കുറേ ഭാഗ്യങ്ങളിൽ ഏറ്റവും വലുതായതും ഏറ്റവും വിലപ്പെട്ടതും ഉള്ള ഭാഗ്യമാണ് നീ. അതിന് ഞാൻ ദൈവത്തോട് എന്നും കടപ്പെട്ട് ഇരിക്കുന്നവനാണ്. എന്നും ഞാൻ ദൈവത്തോട് നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ള കാര്യം, എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സ്നേഹവും, എല്ലാ സന്തോഷവും, എല്ലാ സുഖങ്ങളും നിനക്കും, നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും എനിക്കും എന്നാണ്. എനിക്ക് സാഹിത്യകാര എഴുതുന്നത് പോലെ ഒന്നും എഴുതാൻ അറിയില്ല. ഞാൻ ഈ എഴുതുന്നത് എൻ്റെ സ്നേഹമാണ്. നീ പലപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ എപ്പോഴും നിന്നെ എല്ലാത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതും നിന്നോടുള്ള സ്നേഹം കുറവോ ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല മുത്തേ. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊരു അബദ്ധമായി മാറി അതിൽ നിന്ന് നിനക്കുണ്ടാകുന്ന ടെൻഷൻ, വിഷമം എനിക്ക് കാണാൻ വയ്യാതെ. അതുകൊണ്ടാണ്, അല്ലാതെ നീ ചിന്തിക്കുന്നത് പോലെ എനിക്ക് നിന്നോട് സ്നേഹക്കുറവ് കൊണ്ടല്ല. ഇന്നത്തെ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്നെക്കാളും എൻ്റെ ജീവിതത്തെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിന്നെയും നമ്മുടെ മോനെയാണ്. ഈ കത്തെഴുതാൻ മഴവിൽ മനോരമ ടീം എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഞാൻ അതിൽ ഉള്ള എല്ലാ പ്രവർത്തകരോടും എന്നും കടപ്പെട്ടിരിക്കും. വിത്ത് ലവ്, യോഴ്സ് ആൻഡ് ഓൺലി യോഴ്സ്, ആഷ്ലി. ഇതിന് ആഷ്ലി മംഗ്ലീഷ്. അതെ, ആഷ്ലിക്ക് മലയാളം എഴുതാറിയില്ല. ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് ടു യു. പക്ഷേ ഹി റോട്ട് ഇറ്റ് ഇൻ മംഗ്ലീഷ്. അതൊരു വലിയൊരു ഇതാണ്. സോ എൻ്റെ ജീവൻ്റെ എല്ലാം എല്ലാം ആയ ലക്ഷ്മി. അയ്യേടാ, മലയാളത്തിൽ കത്തെഴുതിയല്ലോ. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ പ്രകടിപ്പിച്ചുല്ലോ സ്നേഹം. ദാറ്റ്സ് സൂപ്പർ. താങ്ക് യു. ലക്ഷ്യം, എന്താണ് പറയാനുള്ളത്? സന്തോഷമുള്ളൂ. ഇത്ര അടുത്തിരുന്നിട്ട് ഇത്രയും നല്ല രീതിയിൽ എന്നോട് അങ്ങനെയല്ല, ഫോണിൽ കൂടെ വിടും, പക്ഷേ ഇത്ര അടുത്തിരുന്നിട്ട് ഒന്നും ചിന്തിക്കാണ്ട് എന്നോട് സംസാരിക്കണം ആദ്യമായിട്ടാണ്. ആക്ച്വലി ഇതൊരു തുടക്കമാവട്ടെ നിങ്ങളുടെ ഈ ഒരു യുനോ. ഐ തിങ്ക് ലക്ഷ്യം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഓപ്പൺ റൊമാൻസ് ഇല്ലെന്ന്. അതായത് ഞങ്ങൾ സ്നേഹിച്ചിടുന്ന സമയത്ത് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അത് കുറേ കുറഞ്ഞു. അതായത് ഓഫീസ് ടെൻഷനും കുറേ ഇതൊക്കെ ഇത് കുറഞ്ഞു. ഇവിടെ വന്നേ പിന്നെ നമ്മൾ പിന്നെ ഒന്ന്, അതായത് ആ ഒരു 6 ദിവസം കൂടെ വരുമ്പോൾ ഉള്ള ഒരു, ഞങ്ങൾ ഒരുമിച്ചാണ്. ആ സമയത്ത് ഓഫീസ് ടെൻഷൻ ഇല്ല, ഒന്നുമില്ല. അതൊരു സന്തോഷം തന്നെയാണ്. സോ ഐ തിങ്ക് ഒരു ഹഗ് വേണ്ടേ? തീർച്ചയായിട്ടും. യെസ്, ഫോർ യു. എനിക്ക് എനിക്കോ ഞാനാണ് ഹഗ് ചോദിച്ചത്, കൊടുത്തത് എവിടെയും. ഓക്കെ, സോ എന്തായാലും ദിസ് ഇസ് ഫോർ യു ഡാർലിംഗ്. ഓക്കെ ചേച്ചി, ഞാനിങ്ങനെ ഇത് ആഷ്ലിയുടെ മുഴുവൻ വരികളും വായിക്കുമ്പോൾ എന്നെ ഇഷ്ടമാണോ എന്ന് എപ്പോഴും ചോദിക്കാറില്ലേ, എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് ചോദിക്കാറില്ലേ. ഇത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എത്ര സ്ത്രീകൾ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബിക്കോസ് എത്ര ഈ സ്നേഹമുണ്ടെന്ന് പറയുന്നത് അത്
പുരുഷന്മാർ പ്രകടിപ്പിക്കുന്ന വേറൊരു രീതിയിലാണ്, പക്ഷെ അത് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന മറ്റൊരു രീതിയിൽ. അപ്പോൾ അത് ഒരിക്കലും അത് പറഞ്ഞു കൊടുക്കാനോ കൺവിൻസ് ചെയ്യാനോ അങ്ങനെ വേദികൾ ഉണ്ടാവാറില്ല. കല്യാണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ സ്വാഭാവികം, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അങ്ങനെ പോകും. കുറച്ച് ഈ ലക്ഷ്മിയുടെ ഉള്ളിലെ ഈ ഒരു കുഞ്ഞ് കരയുന്ന ലക്ഷ്മിയെ നമുക്കൊന്ന് ചിരിക്കുന്ന ലക്ഷ്മിയാക്കി മാറ്റാം. മാഷേ, അഭിജ്ഞാന ശാകുന്തളം കേട്ടിട്ടില്ലേ? കാളിദാസൻ്റെ പ്രണയത്തിൻ്റെ വളരെ ഉദാത്തമായ ഒരു നാടകമാണത്. മലയാളത്തിൽ സിനിമയായി ആക്കിയപ്പോൾ വയലാർ രാമവർമ്മ അതിൽ ശകുന്തള ഒരു കവിത എഴുതുന്നുണ്ട്, ഒരു പാട്ട് എഴുതുന്നുണ്ട്. അതിൽ പോലും പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്നറിയാത്ത കാമുകിയാണ്. അപ്പോൾ പ്രണയലേഖനം എഴുതാൻ ആർക്കും അറിയില്ല, വാസ്തവത്തിൽ ആർക്കും അറിയില്ല. കാളിദാസന് പോലും, നമ്മുടെ ആ സിനിമയിൽ കാളിദാസനല്ല, എന്നാൽ പോലും ആ കവിസങ്കല്പത്തിൽ പോലും ഇത് എങ്ങനെ എഴുതണം എന്നറിയില്ല വാസ്തവത്തിൽ. പക്ഷെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ഈ സന്ദർഭം കിട്ടിയപ്പോൾ അതിൽ ആനന്ദിച്ചത് എത്ര പേരാണെന്നറിയോ? ലക്ഷ്മി മാത്രമല്ല, ഇന്നിപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ഓരോ ലക്ഷ്മികളും അവരുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഓരോ ആഷ്ലികളും അവരുടെ ലക്ഷ്മികളെയോ അങ്ങനെ കുത്തി കുത്തി ചോദിക്കും, ഒന്ന് എഴുതി ഇതേപോലെ ഒരു സാധനം എനിക്ക് എഴുതി തരും. തീർച്ചയാണ് അത് പറയും. മാഷെ, ഇതെന്തായാലും ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴേ ലാമിനേറ്റഡ് ആയി കഴിഞ്ഞല്ലോ ഇവിടെ. ഓൾറെഡി ഹൃദയത്തിലായി കഴിഞ്ഞു. അതായി അല്ലേ, അതായി. അതിന് ആര് മറ്റതൊക്കെ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് പോകും സാരങ്ങളൊക്കെ, ഇത് പോവില്ല. പോവോ? ഈ മുഹൂർത്തം പോവുമോ? ഇതിന് പഴകുന്തോറും രുചിയേറും. നല്ല കാര്യം. താങ്ക് യു. അബിത, ലക്ഷ്മിയുടെ ആകെ ഉള്ള ഒരു ദുഃഖമാണെന്ന് തോന്നുന്നു. നീ ആഷ്ലി അടുത്തിരുന്ന് കുറച്ച് സമയം ഡെയിലി കുറച്ച് മതി എങ്കിൽ ആ സമയം അവൾക്ക് വേണ്ടി മാത്രമായി സ്പെൻഡ് ചെയ്യുക. അതെ, വരാറുണ്ട്. ഈ VAB വന്നപ്പോഴും തൊട്ട് ആഷ്ലിയുടെ ഒരു ലക്ഷ്മിയുടെ ഒരു വിഷമമാണെന്ന് തോന്നുന്നു. കാരണം എത്ര വലിയ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതിലും നല്ലതായിരിക്കും കുറച്ച് സമയം അവൾക്ക് വേണ്ടി കൊടുക്കുക. ബിന്ദു, മലയാളം എഴുതാൻ അറിയില്ലെങ്കിൽ പോലും അത് അത്ര കഷ്ടപ്പെട്ടാണ് എഴുതുക. അപ്പോൾ ലക്ഷ്മിയോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അത് വായിക്കണം, ലക്ഷ്മി അത് വായിക്കണം എന്ന് തോന്നിയിട്ട് അത്ര കഷ്ടപ്പെട്ട് എഴുതിയത്. പിന്നെ ലക്ഷ്മിയുടെ ഉള്ളിലൊരു വിഷമമുണ്ട്, ഓപ്പണായിട്ട് സ്നേഹിക്കുന്നില്ല. പക്ഷെ സ്നേഹം ഉണ്ടല്ലേ, അപ്പം നന്നായിട്ട് സ്നേഹിക്കണം രണ്ടുപേരും. അനു, സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് കുറച്ച് എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്നേഹമാണ്. അത് മനസ്സിൽ എല്ലാവർക്കും അറിയാം നമുക്ക് സ്നേഹമുണ്ടെന്ന്, പക്ഷെ അത് കാണിക്കുമ്പോഴേ സ്ത്രീകൾ പ്രത്യേകിച്ച്, ആണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അത് കുഴപ്പമില്ല, സ്ത്രീകൾ അത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ആണുങ്ങളും അതൊക്കെ തന്നെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു സാധനമൊന്നുമല്ല, പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ് എന്നെ പോലുള്ള ആണുങ്ങളെങ്കിലും. സർ, അത് അനുവിന്റെ മാഷിനെ പറ്റിയാ പറഞ്ഞത്. ആഷ്ലി ചേട്ടന് സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത് കത്തിലൂടെ. ഓക്കെ, പിന്നെ ലക്ഷ്മിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ആഷ്ലി അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് ഒരുക്കി തന്നത്. അത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വായിക്കാനും വായിച്ച് കേൾക്കാനും നല്ലൊരു സുഖം തന്നെയായിരുന്നു. ആഷ്ലിയുടേതായ രീതിയിൽ മനോഹരമായിട്ട് ആഷ്ലി അത് തുറന്നെഴുതി. അതിൽ ഒന്നും കലർത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലക്ഷ്മിക്ക് ഉള്ള ഒരു സമയം കിട്ടാത്തത്, അതിപ്പോൾ എനിക്കൊരു പരസ്യമാണ് ഓർമ്മ വന്നത്. ഒരു സ്റ്റിക്ക് പാഡിൽ അവരിങ്ങനെ എഴുതി വെക്കും ഫ്രിഡ്ജിലും ഇതിലൊക്കെ, ഇന്ന് വൈകുന്നേരം നമുക്ക് ഡിന്നറിന് പോകാം. അങ്ങനെ പല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാം സമയമില്ലെങ്കിൽ. അത് കാണുമ്പോൾ തന്നെ ലക്ഷ്മി ഓഫീസിൽ നിന്ന് വരുമ്പോൾ അതൊരു സന്തോഷമാണ്. അങ്ങനെ പലർക്കും പല രീതിയിൽ പ്രകടിപ്പിക്കാം. അത് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടല്ല, ആഷ്ലിക്ക് അത് എങ്ങനെ ഏത് രീതിയിൽ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ആഷ്ലിക്കുണ്ട്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അബിത, മാർക്സ് 8.5. 8.5. Bindu, 8.5. 8.5. Anu, 8.5. 8.5. Divya, 8.5. 8.5. Lenny, 9 marks. 9 marks. Chechi, 8. 8. Masha, 8. yes. 59 out of 70. ഇനി മലയാളത്തിൽ കത്ത് എഴുതണം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷെ എഴുതണം. ശ്രമിക്കണം. താങ്ക് യു. പ്രണയം പെർഫോമൻസിന് വേണ്ടി വരാൻ പോകുന്നത് മഞ്ജേഷ് ആൻഡ് ഷാജിദ.
നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വൈകാതെ കൊഞ്ചും വിട്ടീനില്ല കണ്ണേ എള്ളോളം കാതലില്ലേ എന്നേരെ നോക്കുകില്ലേ കൈ നോക്കി ഭാവി ചൊല്ലാം വള കയ്യിലിടാം കാതിൽ പാട്ടുമൂളാം காதலுண்டு சொல்லாத ஆசை உண்டு அன்பே நீ கொஞ்சம் பொறு நெஞ்சம் மாறவிடு இப்போ அளவிடு തോളിൽ നീ കേറിയാൽ മാറിതിൽ കാണാം தோளில் நீ மாலைதான் சொர்க்கமே போலாம் മെല്ലെ മെല്ലെ ഒന്നു ചായാമോ തമ്മിൽ തമ്മിൽ ഒന്നു ചേരാനായി തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ எட்டு வைக்காதே கொஞ்சம் விட்டீனில்ல கண்ணே கண்ணாடி நெஞ்சமன்னு முன்னாடி வந்த நின்னு கண்ணாலே கெஞ்சரியே பாவி கொஞ்சரியே கொஞ்சம் இஞ்சரியே காதலூர் சாலையில் ஆவல்கள் தானே ആശകൾ പാതയിൽ തെന്നലായി കൂടെ மாசமா என்னை தூண்டாதே உம்மா உம்மா கேட்டு சீண்டாதே തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ எட்டு வைக்காதே கொஞ்சம் விட்டீனில்ல கண்ணே വെരി ഗുഡ് മഞ്ചേഷ്. ഓട കുഴൽ എങ്ങനെയാണ് പിടിച്ചത്? ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എവിടെയാ ഉണ്ടായിരുന്നു? ഇങ്ങനെ പിടിച്ചു ഇതിൽ ഇങ്ങനല്ല ഊത. അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കാണിക്കാൻ പറ്റുള്ളൂ. ഷാജിദേന്റെ കണ്ണ് എന്തോ ഒരു സുന്ദരമായ കണ്ണാണ്, പക്ഷേ ഫുൾ പാട്ട്. എന്തിന് സ്കിറ്റിൽ എന്ത് നന്നായി കണ്ണ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര നല്ല കണ്ണ്. മഞ്ചേഷ് മാത്രം പിന്നിൽ കൊണ്ടുപോയപ്പോ ഓക്കെ അല്ലേ ചേട്ടാ, ഇത് നന്നായി നല്ല ഡാൻസ് ഉണ്ടായിരുന്നു, നന്നായി രണ്ടാളും ചെയ്തു. പക്ഷെ ഷാജിദന്റെ കണ്ണ് അടച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഇതിൽ. യെസ് ഓർ നോ എല്ലാവരും? ഫുൾ ഷാജിദിന്റെ കണ്ണ് ഫുൾ എന്താ പേടി ഉണ്ടായിരുന്നോ? പ്രാക്ടീസ് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും തോന്നിയില്ല. പെർഫോമൻസിൽ കണ്ണ് തുറന്നിട്ടല്ലേ പെർഫോമൻസ് ചെയ്യേണ്ടത്. തെറ്റ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് കവറപ്പ് ആയിരുന്നു. പക്ഷെ എന്തായാലും നന്നായിരുന്നു. ചേച്ചി കോൺഫിഡൻസ് കയ്യിൽ വന്നില്ല. പിന്നെ പരസ്പരം നോക്കുമ്പോൾ കംഫർട്ടബിൾ, ഞങ്ങളെ നോക്കാൻ കോൺഫിഡൻസ് ഇല്ല. പക്ഷെ നല്ല പെർഫോമേഴ്സ് ആണ് രണ്ടുപേരും. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള പിന്നെ ഒരു പൊരുത്തം അല്ലെങ്കിൽ നിങ്ങൾ ടീസാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട്.
പിന്നെ അതുപോലെ കളിക്കാൻ, പിന്നെ ഈ ഷാജിദ ഒരു പെർഫോമറാണ്. എന്നുവെച്ചാൽ അതിന് അങ്ങനെ ശരീരം ഒന്നും ബാധിക്കുന്നില്ല, അത് അതിൽ തന്നെ അങ്ങനെയാണ്. പക്ഷെ അതും കൂടെ എന്നുള്ളതാണ്, ഞങ്ങളെയും കൂടെ കൺസിഡർ ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. മഞ്ജുഷ ആണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ സിനിമക്കാരെ കണക്ക് എടുത്തോണ്ട് പോകുന്നത്, ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഇപ്പോ എനിക്കൊന്ന് കുറച്ചും കൂടി ആദ്യം വന്നപ്പോൾ ഉള്ള ഒരു കുറച്ചും കൂടി റൗണ്ടഡ് ആയി, കുറെ കൂടി അങ്ങ്. പിന്നെ നിങ്ങൾ രണ്ടും കൂടി ഡാൻസ് ചെയ്യുമ്പോൾ പരസ്പരമുള്ള സ്നേഹം ഒക്കെ കാണായിരുന്നു, രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ ഇതിൽ പരം കഴിവുള്ള മറ്റൊരു മരുന്നില്ല, ചികിത്സയില്ല. വാസ്തവത്തിൽ നല്ലൊരു രസായനമാണത്. ഡാൻസ് കളിക്കാൻ കഴിയുക, അന്യോന്യം വിഴുകിച്ചേർന്നുകൊണ്ട് അത് അവതരിപ്പിക്കാൻ പറ്റുക. സാധാരണ മോളുടെ ഒരു ചേട്ടായി എന്നുള്ള വിളി കേൾക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഈ കളിയെ. അങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. ഞാൻ അവിടെ പറഞ്ഞു വരുന്നത്, ഇത്തരം റൗണ്ടുകളിൽ ഈ സുകുമാര കലകളുടെ പ്രാധാന്യം ഈ കാണുന്നവർ കൂടി മനസ്സിലാക്കുക. അല്ലെങ്കിൽ മകൾ ഇത്ര വലുതായി, ഇനി അവൾ ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിർത്താറായില്ലടാ നിനക്ക് നാടകമൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനടക്കം കേട്ട ഒരു കാര്യമാണ്, ഓ ഇനിയും വേണോ മാഷേ ഇതൊക്കെ നിർത്താനായില്ലേ. അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒന്നല്ല കല. അത് ജീവിതത്തെ കൂടുതൽ അടുപ്പിക്കാനല്ല കേട്ടോ, ഉപകരിക്കും. ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ, ഇനിയും പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ എന്നാണ് ഇത് ത്രൂ ഔട്ട് കളിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാങ്കുഴിക്കും ചേട്ടായി എന്താണ് അതിവിടെ രജിസ്റ്റർ ആയി ആ വിളി. പിന്നെ നന്നായി ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു നന്നായി. അടുത്ത സ്റ്റെപ്പ് ഏതാന്ന് ഓർക്കുന്ന ആ ടെൻഷനിലാണ് അത് താഴോട്ട് കണ്ണു പോയത് എനിക്ക് തോന്നുന്നു. മഞ്ജുഷേട്ടനും ഇതുപോലെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിരുന്നു. സ്കിറ്റ് ആയാലും ഡാൻസ് ആയാലും അതിൽ ലയിച്ചാണ് ഷാജിദ കളിക്കുന്നത്. പിന്നെ ആ പ്രാക്ടീസ് കുറഞ്ഞതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ ആ ഫേസിൽ കണ്ടുള്ളൂ. കുഴപ്പമില്ലായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഷാജിദയിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് പ്രതീക്ഷിച്ചു. ഇത്രയും നന്നായിട്ട് സ്കിറ്റ് അഭിനയിക്കാൻ അറിയാമെന്ന് പറയാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ മഞ്ജുഷേട്ടൻ നല്ല റൊമാൻസ് ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ ഷാജിദയുടെ അടുത്ത്. ഷാജിദ കുറച്ചുകൂടെ ഒരു ഐ കോണ്ടാക്ട് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നുന്നു. ദിവ്യ, നിങ്ങൾ രണ്ടുപേരും നല്ലോണം കളിച്ചു. സ്കോർ ചെയ്തത് മഞ്ജുഷേട്ടനാണ്. ഇടയ്ക്കുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഷാജിദ ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ താഴോക്കി ഇങ്ങനെ കളിക്കണുണ്ട്. അപ്പം മോള് കളിക്കണ പോലെ തോന്നി എനിക്ക്. മോളുടെ ആ ചില പാട്ടൊക്കെ വയ്ക്കുമ്പോൾ അവൾ ഡാൻസ് ചെയ്യില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു ചേച്ചി. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. താഴെ നോക്കിയെങ്കിലും എനിക്ക് അതിൽ നിന്ന് ഭയങ്കര നാണം കുണുങ്ങി നോക്കണ പോലെ എനിക്ക് തോന്നിയത്. നന്നായി, രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്തിട്ടുണ്ട്. ഗുഡ്. മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിരുന്നു. കോസ്റ്റ്യൂം ആണേലും ഡാൻസ് ആണേലും. പിന്നെ ഷാജിദയ്ക്ക് മഞ്ജേഷിൻ്റെ ഇടിവെട്ട് ഗെറ്റപ്പ് കണ്ടപ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. അതാണ് കണ്ണടച്ച് പെർഫോം ചെയ്തത്. നന്നായിരുന്നു. ഇച്ചിരി കൂടെ കണ്ണ് തുറന്ന് ഞങ്ങൾക്ക് കൂടെ ഒരു ലുക്ക് വഴി വരുന്ന ഇച്ചിരി കൂടെ നല്ല എക്സലൻ്റ് ആയിരുന്നു പെർഫോമൻസ്. മഞ്ജേഷ് വളരെ നന്നായിട്ട് ചെയ്തു. Eight marks. Bindu? 8 marks. 8 marks. Anu? 8 marks. 8 marks. Divya? 8.5. 8.5. Lenny? 8 marks. 8 marks. Chechi? 8 marks. 8 marks. Mashe? 8.5. Okay. 57 out of 70. Very good. Couple game nu vendi varan ponathu Manikandan and Anju aanu. Let's welcome them on stage. ഇത് ചെറുതാണ്, ഇത് അഞ്ജുന്, ഇത് മണികണ്ഠന്. ഇതിനെടുത്ത് വായിൽ വെക്കുക, അത് അഴിച്ചിട്ട് ആ കാറ്റ് ഉള്ളിലെടുക്കുക. മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് ആദ്യം വായിൽ വെക്കുക, പിന്നെ ഇത് കെട്ട് അഴിക്കുക, അഴിച്ചിട്ട് ഫുൾ കാറ്റ് ഉള്ളിൽ പോകണം. അതിങ്ങനെ നോർമൽ ഫുള്ള് കാറ്റ് ഉള്ളിൽ 30 seconds. കളയാൻ പാടില്ല കാറ്റ്. പിന്നെന്താ കാര്യം, എവിടുന്ന് കളയാണ്ടാവും?
തുടങ്ങല്ലേ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഒന്ന് വലിയ ബലൂൺ കൊണ്ടട്ടെ. പക്ഷെ ഇത് കയ്യെ തൊടാൻ പാടില്ല. അപ്പോൾ കയ്യെ ഞാൻ കെട്ടി വെക്കും. ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആ നോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കണം. മനസ്സിലായോ? കൈയൊന്നും യൂസ് ചെയ്യരുത്. ഇത് വയൽ പിടിച്ച് വെക്കൂ. ഇനി ക്വൈറ്റ് കേക്ക് എന്താണ് ആക്ച്വൽ ടാസ്ക്. കൈ കെട്ടി. ഇനി ഇവിടെയുള്ള എല്ലാ ബലൂൺസും പൊട്ടിക്കണം. രണ്ടാളും കൂടെ സഹകരിച്ച് രണ്ടാളും ബലൂൺസ് പൊട്ടിക്കണം. അപ്പോൾ സപ്പോസ് ഇത് മണികണ്ഠൻ പൊട്ടിക്കാൻ ഉദ്ദേശിച്ച് ഇത് അഞ്ചും മണികണ്ഠൻ നിന്ന് ഇടിച്ച് പൊട്ടിക്കണം. 5 മിനിറ്റ് ഉണ്ട്. എന്ത് വേണമെങ്കിൽ ചെയ്യാം. ആക്ച്വലി എന്ത് വേണമെങ്കിൽ ചെയ്യാം. തലകൊണ്ട് പൊട്ടിക്കാം, ഇങ്ങനെ പൊട്ടിക്കാം, ഇങ്ങനെ പൊട്ടിക്കാം, ഇങ്ങനെ പൊട്ടിക്കാം, എങ്ങനെ വേണമെങ്കിൽ പൊട്ടിക്കാം. പക്ഷെ പിന്നെ എന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചേ? 5 ആരും അറിയില്ലേ? കപ്പിൾ ഗെയിമാണിത്. അത് ഭയങ്കര ഇങ്ങനെ വെച്ചിട്ടാണ് തന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾ ഓക്കെ. അപ്പോൾ 5 മിനിറ്റ് ഉണ്ട്. എത്ര ബലൂൺസ് പൊട്ടിക്കാൻ പറ്റും അത് നിങ്ങൾ രണ്ടാളും തീരുമാനിക്കുക. നിങ്ങൾ എത്ര വേണമെങ്കിൽ എത്ര ബലൂൺ പൊട്ടിക്കണോ അതാണ് പോയിന്റ്സ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇങ്ങനെ ഈ കൈ ഇത് പറ്റില്ല. പിന്നെ ഇവിടെ വൈ ബലൂൺ പൊട്ടിക്കും. എന്നെ കൊല്ലുന്ന ഇത് പൊട്ടിച്ച് നോക്കുമ്പോ ഒരുമിച്ച് ചെയ്യണേ. തല പൊട്ടി ചെറുത് ട്രൈ ചെയ്യൂ. ഇത് കുറവാ. ഇങ്ങോട്ട് വാ. അമർത്തിയാ മതി. കടിച്ചോ. അഞ്ചു കഴിക്കാൻ പാടില്ല. പൊട്ടില്ല കേട്ടാ. ഇങ്ങോട്ട് വാ. ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. കഴിയാറായി. ഇത് പൊട്ടണേ. ഇതുണ്ട്. മെല്ലെ മെല്ലെ ചെയ്താൽ എല്ലാം നടക്കും. എനിക്ക് ശബ്ദം പേടിയാണ്. പശു കുത്താമെന്ന് പറഞ്ഞു. മൂന്ന് മിനിറ്റ് കഴിഞ്ഞു. പടക്കം പൊട്ടണ്ട്. കക്ഷത്തിലൊന്നും മണികണ്ഠ ലാസ്റ്റ് 1 minute. Last 1 minute. അപ്പോ പൊക്കമില്ല. ഇത് പൊട്ടിപ്പോ ഉള്ള സമയത്ത് ഏതെങ്കിലും പൊട്ടിക്കാവാ.
ഇത് പറ്റുമെന്നില്ല, ഇത് ശബ്ദം കൂടുതലായിരിക്കും. പഠിക്ക്, ഞാൻ പറയുന്നത്. ഇത് പൊട്ടിക്കാം. 7, 6, 5, 4, 3, 2, 1, stop. ഓക്കെ, ഇനി ആരാണ് പെട്ടെന്ന് കടിച്ച് പൊട്ടിക്കുക ബാലൻസ്? നിങ്ങൾ രണ്ടാളുള്ളൂ, അതാണ് ഏറ്റവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് കടിച്ചിട്ട് മുറ. ശബ്ദം കൂടുതലായി. എന്താ പറയാ, പഠിക്ക പഠിക്ക പഠിക്ക. അഞ്ജുന് ലഹരി കൂടി. അഞ്ജു അഞ്ജു ചു അഞ്ജു ചു അഞ്ജു ചു. പക്ഷെ മണികണ്ഠൻ പിടിച്ച് ഒരു ഉമ്മ, എന്നിട്ട് വിട്ടപ്പോ അത് പൊട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു മണികണ്ഠ? മണികണ്ഠന് പറ്റിയ ഒരു ടാസ്ക് അല്ലേ നമ്മൾ തന്നെ? പാവം, എത്ര അഞ്ജുനെ അടിച്ചറിയോ നിങ്ങള്? എനിക്കിട്ട് നല്ല, ഞാൻ പറഞ്ഞില്ല, തല വെച്ച് നല്ല കുത്തായിരുന്നു. രണ്ട് പാടിട്ട് എന്തായാലും അഞ്ജുന് പാവം ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ. പറഞ്ഞു ചേച്ചി. മണികണ്ഠന്റെ മുതുകത്ത് അത് പോയി അത് വെച്ചിരുന്നെങ്കിൽ അല്ലേ, ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അഞ്ജുന് പുറകെ നിന്ന് പൊട്ടിക്കാൻ പറ്റുമായിരുന്നോ? രണ്ടുപേരും സൈഡിൽ നിന്നല്ലാതെ ഇവളുടെ തലയുടെ ഇവിടെ വന്നതേ എല്ലാം ഇവിടെ നെഞ്ചിട്ടാണ് തട്ടി. മണിയുടെ ശബ്ദം പേടിയാണല്ലേ, അത് ഓടുകയായിരുന്നു പകുതി. ശബ്ദം എന്ന് വെച്ചാൽ പൊട്ടണ സ്വരം. അമ്പലത്തിൽ പോവാണെങ്കിൽ കഥന പൊട്ടിക്കുമല്ലോ, ആ ഏരിയയിലേക്ക് പോവുകയേ ഇല്ല. ചെവി ഇങ്ങനെ പൊത്തിപ്പിടുന്ന പ്രാർത്ഥന. നമ്മൾ ഇങ്ങനെയല്ല പ്രാർത്ഥിക്കുക, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പിടിക്കും. വെരി ഗുഡ്. എന്തായാലും അടുത്ത ടാസ്ക് തൃശ്ശൂർ കൊണ്ടാവും മണികണ്ഠന് വെടികെട്ടിന്. മാഷേ, ഞാൻ പോകുമ്പോൾ കുറച്ച് ബലൂൺ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല ഗെയിം, നല്ല രസകരമായ ഗെയിം. ആദ്യം ചെറുത് പൊട്ടിക്കുക, പിന്നെ വലുത് പൊട്ടിക്കുക, പിന്നെ കടിച്ചു പൊട്ടിക്കുക. അതാണ് ഇതിന്റെ രീതി അല്ലേ? അതെ, ഉമ്മ ചെയ്ത് പൊട്ടിക്കുക, ഉമ്മ കൊടുത്ത് പൊട്ടിക്കുക. അതെ അതെ അതെ. മണികണ്ഠ ഉമ്മ കൊടുത്തിട്ടാണ് വരുന്നത്. പക്ഷേ മണികണ്ഠൻ ഉമ്മ വെച്ചാൽ പൊട്ടുന്ന പോലെ മറ്റുള്ളവർ ഉമ്മ വെച്ചാൽ പൊട്ടണമെന്നില്ല കേട്ടോ. ഈ ബലൂൺ എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പൊട്ടിക്കാവുന്ന ഒന്നാണെന്നായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് ഒരു വേണമെങ്കിൽ. ഞാനും വിചാരിച്ചു, അയ്യോ ഇത് എളുപ്പമുള്ള ടാസ്ക് ആയിരിക്കുമല്ലോ, ബലൂൺ ഇവിടെ താനേ പൊട്ടുന്നു. ചില ബലൂണിനൊക്കെ ഒന്നും ചെയ്യാതെ പൊട്ടുന്നു. അപ്പോൾ ഒന്ന് തൊട്ടാൽ പൊട്ടുന്നതായിരിക്കില്ലേ ഇതെന്ന് കരുതി. എനിക്ക് മനസ്സിലായൊരു പാഠം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ള ടാസ്കിൽ ചിലപ്പോൾ അന്യോന്യം കാണാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് അന്യോന്യം ഡിസ്കസ് ചെയ്യാമായിരുന്ന ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എടുത്ത് ചാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നന്നാവുന്ന എനിക്ക് തോന്നുന്നത്. അബിത, ഇത് പേടിയാവായിരുന്നു അഞ്ജുവിനെ ഇട്ട് എവിടേക്കാ ഇടികൊള്ളുന്നതെന്ന്. കാരണം ബലൂൺ പൊട്ടിക്കുന്നതിൽ കാണുന്നില്ല മണികണ്ഠ അഞ്ജുവിനെ ഇട്ട് ഇടി. മണികണ്ഠൻ അത്രയൊക്കെ ഇടി കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, തിരിച്ച് അങ്ങോട്ടാന്ന് തോന്നുന്നു നല്ലോണം കിട്ടിയത്. പാവോ, എനിക്കും തോന്നി രണ്ടുപേരും തിരിഞ്ഞു നിന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ പൊട്ടിക്കുമായിരുന്നു. പിന്നെ ഒരു കാൽക്കുലേഷൻ ഇല്ലാണ്ട് വെപ്രാളപ്പെട്ട് ചെയ്ത പോലെ തോന്നി എനിക്ക്. മണികണ്ഠന് ഒരു ആവേശം കൂടിപ്പോയി, അതാണ് അതുകൊണ്ടുള്ള പറ്റിയ ഒരു കുഴപ്പമാണ്. പിന്നെ അത് തിരക്കിട്ട് പോയി, അതാ. പിന്നെ എന്നാലും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ചെയ്തു. ഒരാൾ സ്റ്റാറ്റിക്കായിട്ട് നിന്നിട്ട് മറ്റേ ആൾ അമക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബലൂൺ പൊട്ടിയേനെന്ന്. ഇത് രണ്ടുപേരും എടുത്തിയാടിയപ്പം കുറേ 5 ഇടി കൊണ്ടെന്നല്ലാതെ ആദ്യമൊന്നും ഒന്നും പൊട്ടിയില്ല. 5 പിന്നെ ലാസ്റ്റായപ്പോൾ കുറച്ചൊക്കെ പൊട്ടിച്ചു.
രണ്ടാളും അമർത്തിയാലല്ലേ അത് പൊട്ടുള്ളൂ. അപ്പം മണികണ്ഠൻ ചേട്ടൻ അതിലും ആ ചേച്ചി റെഡി ആവണമെന്ന് നോക്കാണ്ട് തന്നെ വന്ന് ഇടിക്കായിരുന്നു. എനിക്ക് അതാണ് ഇപ്പം മണികണ്ഠൻ ചേട്ടൻ ഒരു ഇടി തരാൻ തോന്നി. എന്തൊരു ഇടിയാ ഇടിച്ച പാവത്തിന്. എൻ്റെ അവസാനം അഞ്ജു ചേച്ചിക്ക് ഇങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് തോന്നി അങ്ങനെ എന്തൊരു വേദന എടുക്കേണ്ടായിരുന്നു. പിന്നെ അവസാനം ആവേശം മൂത്ത് കാണാതൊക്കെ കടിച്ചു പൊട്ടിച്ച് അഞ്ജു ചേച്ചി. അയ്യോ എന്തൊരു ഇടി അടിച്ച എനിക്ക് പാവം തോന്നി കണ്ടിട്ട്. ലെനി എന്തായിരുന്നു മണികണ്ഠത് ആകെപ്പാടെ വെകളി പിടിച്ച് നടന്നു പൊട്ടിക്കുമായിരുന്നു. മണികണ്ഠൻ ഇച്ചിരി ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് സ്ക്വാറ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അതിനെ ഇടിക്കുമ്പോൾ അതിൻ്റെ മുഖത്തും തലയ്ക്കൊക്കെ ഇട്ടാണ് നല്ലതായിട്ട് കൊണ്ടത്. അത് ഇച്ചിരി ഒരു സമാധാനപരമായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ളതായിരുന്നു. എത്ര ബലൂൺ പൊട്ടിക്കണമെന്നൊന്നും ടാസ്ക് ഇല്ലായിരുന്നു. നിങ്ങളത് എങ്ങനെ എടുക്കുന്നെന്നായിരുന്നു. അബിത മാർക്സ് 7.5. 7.5. ബിന്ദു 8 മാർക്ക്. 8 മാർക്സ്. അനു 7. 7. ദിവ്യ 7.5. 7.5. ലെനി 7 മാർക്സ്. 7 മാർക്സ്. ചേച്ചി 7.5. 7.5. മാഷെ 7 മാർക്ക്. ഓക്കെ 51.5 ഔട്ട് ഓഫ് 70. വെരി ഗുഡ്. വിജയ്ക്ക് ലഭിക്കാൻ പോകുന്ന മിർ റിയാൽറ്റേഴ്സിന്റെ 1 കോടി രൂപയുടെ സമ്മാനമാണ്. ദിസ് ഇസ് ശ്വേത മേനൻ സൈനിങ് ഓഫ് ഓൺ ലുലു സെലിബ്രേറ്റ് വെറുതെ ഭാര്യ സീസൺ 3 പവർഡ് ബൈ വിവൽ. ഗുഡ് നൈറ്റ്.